നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. അപ്പോൾ ഓണം വൈബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2024 ഓണത്തിനോടനുബന്ധിച്ച് കുറേയധികം ട്രേഡുകളൊക്കെ നമ്മുടെ എറണാകുളത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഒരു ഗുണ കേവ് എന്ന് പറയുന്ന സെറ്റപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിലാണ്, എൻ്റെ തൊട്ട് പുറയിലാണ് ഈ കാണുന്നതാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഇതിനകത്ത് വരുന്ന ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. വീക്ക് ഡേയ്സിൽ 2 മണി മുതൽ 9 മണി വരെയാണ്. അതുപോലെ തന്നെ ഹോളിഡേയ്സിലാണെങ്കിൽ 11 മണി മുതൽ 9 മണി വരെയാണ് ടൈം കേട്ടോ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് ഇവിടെ നേരെ എൻട്രൻസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം. നമുക്ക് ഐ ലവ് കൊച്ചി ഗുണ കേവ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാം. അതുപോലെ തന്നെ കുറേയധികം എന്താ പറയുക, കുറേയധികം വർക്ക് ഒരു ചെയ്തിട്ടുണ്ട്. ശരിക്കും ആർട്ട് വർക്ക് കുറേയധികം വർക്ക് ഉണ്ടെന്ന് തോന്നാം. അപ്പോൾ ഇതിന്റെ എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ സൗണ്ടുകളാണ് മൊത്തം കേൾക്കുന്നത്. അപ്പൊ ഇതാണ് ടിക്കറ്റ്. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കുറേ ഭാഗത്ത് വവ്വാലെ കെട്ടി തൂക്കിയിട്ടുണ്ട് ഡമ്മിയായിട്ട്. കയറി വരുമ്പോൾ കുറേ തമിഴിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കേണ്ടി വരും. അത് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കട്ടെ അകത്തുനിന്ന്. എന്തൊക്കെയോ മൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കാം. ശരിക്കും ഒരു കാട്ടിലോട്ട് വരുന്ന ഫീൽ ഉണ്ട് ഇതിനകത്ത് കയറി വരുമ്പോൾ. ഇപ്പം ലൈറ്റ് അറേഞ്ച്മെന്റ് കിടലായിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഭയങ്കര പേടിയപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കട്ടെ. ശരിക്കും പറയുന്നത് കുട്ടികൾക്കായിരിക്കും എൻജോയ്മെന്റ്, മുതിർന്നവർക്ക് ആയിരിക്കില്ല. കുട്ടികൾക്ക് കിടിലായിരിക്കും അത് കയറി കഴിഞ്ഞാൽ. ശബ്ദങ്ങളൊക്കെ കേട്ടാ കമൽഹാസൻ നായകനായി ഗുണ സിനിമയിലൂടെ പ്രയത്നിച്ച മഞ്ഞുമൽ ബോയ്സിന്റെ കുറേ ഭാഗം നടക്കാനുണ്ട്. കൊടൈക്കനാലിൽ പ്രശസ്തമായ ഗുണ കേവ് അനുഭവം ആദ്യമായി കൊച്ചിയിൽ ഒരുക്കിക്കൊണ്ട് ചെകുത്താന്റെ അടുക്കളയിൽ നിന്ന് വിദേശികൾ പിടിച്ചു ഭാരതത്തിലെ തിരിച്ചു വരാനാവാം. കൊടൈക്കനാലിന്റെ വശ്യ സൗന്ദര്യത്തിൽ ജീവിയുടെ വേലിക്കെട്ടുകൾക്ക് പുറത്തു നിന്ന് മാത്രം നോക്കിക്കാണാം ഗുണ കേവ്. മഞ്ഞുമൽ ബോയ്സിലൂടെ നമ്മളെ ആ ഗുണ കേവിന്റെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടക്കുന്നതിന് ഈ വീഡിയോയിൽ കുറച്ചധികം വെട്ടത്തിന്റെ പ്രശ്നം ഉണ്ടാവും. വെളിച്ചം മോശമാണ്. നമുക്ക് ഏവർക്കും കമൽഹാസൻ നായകനായി ഗുണ സിനിമയിലൂടെ പ്രയത്നിച്ച മഞ്ഞുമൽ ബോയ്സിലൂടെ നമ്മളെ
നല്ലൊരു മരം സെറ്റിട്ടൊക്കെ ഉണ്ട്. കുറേയധികം വവ്വാല് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേളിലൊക്കെ ആയിട്ട് കുറേയധികം വവ്വാലിലൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മരണത്തിന്റെ കാണാത്താഴ്വരയിലേക്ക് തള്ളിയിട്ട് മഞ്ഞിന് മരണത്തിന്റെ തണുപ്പുള്ള ഗുഹ ഗുണാക്കേ. ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കിടയിലേക്ക് ഊർന്നു പോയാൽ തിരിച്ചു വരാനാവാത്ത നിഗൂഢതയുടെ താഴ്വര. കൊടൈക്കനാലിന്റെ വശ്യ സൗന്ദര്യത്തിനൊപ്പം ഇപ്പോൾ ഭീതിയോടെ വേലിക്കെട്ടുകൾക്കപ്പുറത്തു നിന്ന് മാത്രം നോക്കിക്കാണാവുന്ന ഗുണാക്കേ. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതൽ അല്ല. കമൽഹാസൻ നായകനായ ഗുണ സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി. മഞ്ഞുമൽ ബോയ്സിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ആ ഗുണാക്കേലിന്റെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടക്കുന്ന അനുഭവം നേരിട്ടറിയാൻ ഇതാ മെഗാ ഓണം ട്രേഡ് ഫെയറിൽ ഗുണാക്കേലിലേക്ക് ഏവർക്കും സ്വാഗതം. മനിതർ അதையும் தாண்டி புனிதான കൊടൈക്കനാലിലെ പ്രശസ്തമായ ഗുണ കേവ് അനുഭവം ആദ്യമായി കൊച്ചിയിൽ ഒരുക്കിക്കൊണ്ട് മെഗാ ഓണം ട്രേഡ് ഫെയർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡെവിൾസ് കിച്ചൺ അഥവാ ചെറുത്താന്റെ അടുക്കളയെന്ന് വിദേശികൾ വിളിച്ച് 13 പേരെ മരണത്തിന്റെ കാണാത്താഴ്വരയിലേക്ക് തള്ളിയിട്ട മഞ്ഞിന് മരണത്തിന്റെ തണുപ്പുള്ള ഗുഹ ഗുണ കേവ്. ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കിടയിലേക്ക് ഊർന്നു പോയാൽ തിരിച്ചു വരാനാവാത്ത നിഗൂഢതയുടെ താഴ്വര. കൊടൈക്കനാലിന്റെ വശ്യ സൗന്ദര്യത്തിനൊപ്പം ഇപ്പോൾ ഭീതിയോടെ വേലിക്കെട്ടുകൾക്ക് പുറത്തു നിന്ന് മാത്രം നോക്കിക്കാണാൻ ഗുണ കേവ്. மனிதர் அதையும் தாண்டி புனிதானது. കമൽഹാസൻ നായകനായ ഗുണ സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി. മഞ്ഞുമൽ ബോയ്സിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ആ ഗുണ കേവിന്റെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടക്കുന്ന അനുഭവം നേരിട്ടറിയാൻ ഇതാ നിങ്ങൾക്കൊരസുര അവസരം. മെഗാ ഓണം ട്രേഡ് ഫെയറിൽ ഗുണ കേവിലേക്ക് ഏവർക്കും സ്വാഗതം. கண்மணி உங்களோட காதலன் நான் எழுதும் லெட்டர். மேடம் கழுதாசி வச்சுக்கலாமா? எழுதவே മെഗാ ഓണം ട്രേഡ് ഫെയർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കളയെന്ന് വിദേശികൾ വിളിച്ച് 13 മരണത്തിന്റെ തണുപ്പുള്ള അപ്പോൾ ആ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഇതുപോലെ കുറേയധികം ലൈവ് പക്ഷികളൊക്കെയാണ്. ഇതുപോലെ ഡാൻസ് ഫീലൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് ഐറ്റംസ് എടുക്കാം. മക്കാവ് 100 റുപ്പീസ് എടുത്ത മക്കാവ് എടുക്കാം അല്ലേ. അതുപോലെ 2 സ്നേക്സ് 100 റുപ്പീസ്. അപ്പോൾ ഇതിൽ കയറി വരുമ്പോൾ കുറച്ച് വേറെ സെപ്പറേറ്റ് ടിക്കറ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. സെൽഫി പോയിന്റ് എന്ന് പറഞ്ഞത് ആമസോൺ അക്വാപെറ്റ്സ്. അഥവാ ചെറുത്താന്റെ അടുക്കളയെന്ന് വിദേശികൾ വിളിച്ച് ഈ ഒരു ഭാഗത്ത് കുറച്ചധികം പക്ഷികളും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ചധികം മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും ഇവിടെ വന്നു. പ്രധാനമായിട്ട് കുട്ടികൾക്ക് കണ്ടായതല്ല ശരിക്കും അടിപൊളിയായിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ തോന്നുന്നുണ്ട്, കുട്ടികൾക്കായിരിക്കും അടിപൊളി.
ഡിസ്പ്ലേ ഉണ്ട് കുറേ ഭാഗത്തിൻ്റെ. കൊടൈക്കനാലിൽ നൈറ്റി, കേഡ്സ്, 3/4 അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ചധികം ഉണ്ട്. എല്ലാം ഫിക്സഡ് റേറ്റാണ്. 350. അതെ, ഈ ഭാഗത്ത് കുറേ ഐറ്റംസ് ഒക്കെ ഫിക്സഡ് റേറ്റ് ഉണ്ട്. 350, 250 ആ ഒരു രീതിയിൽ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേരുള്ള ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഷാപ്പിൻസ്. ഈ ഭാഗത്ത് കുറേ ചെടികളുടെ വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരുപാട്. ഇനി നമ്മളിത് ഫുഡ് കോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ആരുമില്ല, പക്ഷേ ഇവിടെ കുറേയധികം ഷോപ്പുകളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള അതെ ചെറിയ രീതിയിലുള്ള സ്നാക്സൊക്കെ കിട്ടുന്ന കുറച്ച് കൗണ്ടറൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുഡ് കോർട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് കുട്ടികളുടെ ഒരു പ്ലേ ഏരിയയാണ്. ജെയിൻ വീലുണ്ട്, പിന്നെ കുറച്ചധികം റൈഡുകളൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള റൈഡുകളുണ്ട്. പിന്നെ ഒരു അവഞ്ചിയൊക്കെ ഈ ഭാഗത്തിരിപ്പുണ്ട് കേട്ടോ. ലക്കി ഡ്രോ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. എറിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഐറ്റംസ് കിട്ടുന്ന കുറച്ച് കടകളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് ഇവിടെയും അതിൻ്റെ തന്നെ മറ്റൊരു ഷോപ്പാണ് ഈ കാണുന്നത്. എറിഞ്ഞ് വാങ്ങിക്കാം. അടുത്തപ്പോൾ ഞാനിവിടെ ഒരു ആളെ പരിചയപ്പെട്ടിട്ടുണ്ട്. പുള്ളി മറ്റൊരു യൂട്യൂബറാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കയറി കാണാം. ശ്രീകൃഷ്ണ ബച്ചൻ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേരട്ടാ. श्रीकृष्ण बच्चन 0.7 है, दैट इज सब्सक्राइब. आप हमारे चैनल को सब्सक्राइब कीजिए और हम सभी धार्मिक और रीजनल सभी तरह के वीडियो डालेंगे और आप सबको श्री कृष्ण के जो भी वचन हैं आप सभी तक पहुंचाएंगे. ओके, थैंक यू. മുതിർന്നവർക്ക് എത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് ആവുമെന്ന് നമുക്കറിയില്ല. പിന്നെ കുറേ കൗതുക കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നടക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ്സിന് മറക്കരുത്. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു അടിപൊളി വിഷയമായി തിരിച്ചെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റ.